ഇപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തു, വാട്സപ്പ് ഹാക്ക് ചെയ്തു, ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു, യൂട്യൂബ് ഹാക്ക് ചെയ്തു, ഇങ്ങനെ ഹാക്കിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇങ്ങനെ ഹാക്ക് ചെയ്യാൻ കാരണക്കാരാരാണ്? നമ്മൾ തന്നെയാണ്. ഇതിന് കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും നമുക്ക് ഒരുപാട് സെക്യൂരിറ്റി സെറ്റിങ്സുകൾ തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെക്യൂരിറ്റി സെറ്റിങ്സുകൾ പകുതിയിലേറെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു ഹാക്കർക്കും അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സൺ വിചാരിച്ചാൽ തന്നെ സിമ്പിളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കയറി ചെല്ലാൻ സാധിക്കും. ഇന്നീ പറയുന്ന സെറ്റിങ്സ് നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെസ്റ്റായിട്ട് നിങ്ങളുടെ സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വെക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹലോ എവരിവൺ, ദിസ് ഇസ് ഫോവാസ്, യു വാച്ചിങ് 𝗙𝗢𝗦𝗧𝗔𝗚𝗢. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയുള്ള സെറ്റിംഗ്സ് ആണ് ഇന്ന് ഞാൻ പറയുന്നത്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും ഓതൻറ്റിക്കേഷൻ ആപ്പ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല സെക്യൂർഡ് ആയിട്ടുള്ള സെറ്റിംഗ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് വേറൊരാൾക്ക് അറിയുമെന്നുണ്ടെങ്കിലും അയാൾക്ക് ഈ ഒരു രണ്ട് സെക്യൂരിറ്റി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. യെസ്, നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ മൊബൈലും ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു സെറ്റിംഗ് നിങ്ങൾ ചെയ്തു വെക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് ദുഃഖിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ 3 ലൈൻസ് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സെറ്റിംഗ്സ് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. അതിൽ താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് എനാബിൾ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഡ് കൺഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു കോഡ് വരും. അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൺ എന്ന് കൊടുക്കുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് 5 കോഡുകൾ തരും. അതും പലതരത്തിലുള്ള കോഡുകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോസ്റ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ കോഡോ കാര്യങ്ങളോ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വേറൊരാൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു കോഡും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഗെറ്റ് ന്യൂ കോഡ് വേണമെങ്കിൽ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന രീതിയിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സെറ്റിംഗ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ചെയ്യാനുള്ള ഓതൻറ്റിക്കേഷൻ ആപ്പ് എന്ന് പറയുന്ന സെറ്റിംഗ്സ് ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് അറിഞ്ഞു കഴിഞ്ഞാലും ഇതിലൂടെ കോഡ് കിട്ടാതെ ഒരിക്കലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നിങ്ങൾ നേരത്തെ വന്ന അതേപോലെ തന്നെ ആ ഒരു സെറ്റിംഗ്സിലേക്ക് വരിക. നേരത്തെ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് എന്നായിരുന്നു എടുത്തിരുന്നത്. അതിന് നേരെ താഴെയായിട്ട് ഓതൻറ്റിക്കേഷൻ ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു വെക്കേണ്ട സംഭവമാണ്. ജസ്റ്റ് എനാബിൾ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ആപ്പ് എന്നുള്ളത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിന് തന്നെ ഒരു അഡീഷണൽ ആയിട്ടുള്ള സെക്യൂർ ആപ്പാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുന്നു, ഓപ്പൺ എന്ന് കൊടുക്കുക. ഡ്യൂ മൊബൈൽ എന്നാണ് ഈ ആപ്ലിക്കേഷൻ പേര്. അത് നിങ്ങൾ ജസ്റ്റ് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക. ഡു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ജസ്റ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് വെക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. അതിനുശേഷം നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തന്നെ ബാക്കോട്ട് വരിക. ബാക്കോട്ട് വന്നതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡുവോ ആപ്പിൽ ഇപ്പോൾ ഒരു കോഡ് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 30 സെക്കൻഡ് മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ കൺഫേം ആയി. അതിനുശേഷം ഡൺ എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടുള്ള യൂസേജ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലോഗൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പാസ്വേഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് ഇതൊന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കോഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു ആപ്ലിക്കേഷനിലുള്ള കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് എടുത്ത് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു കോഡ് ഇനിയിപ്പോൾ മാർക്കിന് കിട്ടിക്കഴിഞ്ഞാലും 30 സെക്കൻഡ് മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ഓരോ 30 സെക്കൻഡിലും ഈ കോഡ് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ 7 സെക്കൻഡായി, 6 സെക്കൻഡ് കണ്ടില്ലേ, വീണ്ടും ആ കോഡ് മാറി. അപ്പോൾ ഓരോ 30 സെക്കൻഡിലും ഈ കോഡ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കോഡ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മൊബൈലിലുള്ള ആപ്ലിക്കേഷനിലേക്കാണ് വരിക. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. കൺഫേം കണ്ടില്ലേ, ഇപ്പോൾ ലോഗിനായി. അപ്പോൾ ഇനി ആർക്കെങ്കിലും പാസ്വേഡ് അഥവാ എന്തെങ്കിലും തരത്തിൽ കിട്ടിയ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാലും അവർ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് കമ്പ്യൂട്ടറിലായാലും മൊബൈലായാലും ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു കോഡ് നമ്മുടെ ഈ ഓതൻറ്റിഫിക്കേഷൻ ആപ്പിലുള്ള കോഡ് എൻ്റർ ചെയ്താൽ മാത്രമേ അവർക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ മാത്രമേ ആ ഓതൻറ്റിഫിക്കേഷൻ ആപ്പ് ഉണ്ടാവുള്ളൂ. അതിൽ ലോക്കോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വേറൊരാൾക്ക് എടുക്കാൻ സാധിക്കില്ല. ഈ ഒരു രണ്ട് സെറ്റിംഗ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നുകൂടെ സെക്യൂർ ആകാനും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാനും ഇത് കൂടുതലായിട്ട് നിങ്ങളെ
സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും സെക്യൂർ ആയിട്ടും കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട് നിൽക്കട്ടെ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.